السلام عليكم ورحمة الله وبركاته. مختصر 33. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه. فينبغي أن يقتصر من التركيب على قدر الحاجة، فإن كان خالي الذهن من الحكم والتردد فيه استغني عن مؤكدات الحكم، وإن كان مترددا فيه طالبا له حسن تقويته بمؤكد، وإن كان منكرا وجب توكيده بحسب الإنكار. فينبغي അപ്പോൾ ആവശ്യമാണ് ഐ ഇദാ കാന ഖസ്ദുൽ മുഖ്ബിറിന്റെ ഖസ്ദായാൽ ബിഖബരിഹി അവന്റെ ഖബർ കൊണ്ടുള്ള ഖസ്ദായാൽ ഇഫാദത്തുൽ മുഖാത്തബി മുഖാത്തബിനെ അറിയിച്ചു കൊടുക്കലായാൽ. ഇങ്ങനെ തന്നെയാണ് മുഖാത്തബിനിക്ക് മുത്തക്കല്ലിമ് ആലിമാണെന്ന് അറിയിച്ചു കൊടുക്കുന്നോടൊത്തും ഇങ്ങനെ തന്നെയാണ്. ഇത് ഒന്ന് മാത്രം പറഞ്ഞു എന്നതുകൊണ്ട് ഇഫാദത്തുൽ ഹുക്മ് ഉള്ളോടത്ത് മാത്രമല്ല ഈ ഇഖ്തിസാർ വേണ്ടത്. പിന്നെന്താണ്, ആലിമാണെന്ന് അറിയിച്ചു കൊടുക്കുന്നോടത്തും എന്ത് വേണം, ഇഖ്തിസാർ വേണം. രണ്ടോടത്തും ഇത് ബാധകമാണ് എന്നർത്ഥം. ഫയംബഗി അപ്പോൾ ആവശ്യമാണ് ഇദാ കാന ഖസ്ദുൽ മുഖ്ബിരി മുഖ്ബിറിന്റെ ഖസ്ദായാൽ ബിഖബരിഹി അവന്റെ ഖബർ കൊണ്ടുള്ള ഖസ്ദായാൽ ഇഫാദത്തുൽ മുഖാത്തബി മുഖാത്തബിന് അറിയിച്ചു കൊടുക്കലായാൽ, അതായത് ഫായിദത്തുൽ ഖബറാണ് ലക്ഷ്യമെങ്കിൽ അങ്ങനെ തന്നെയാണ് ലാസിമു ഫായിദത്തുൽ ഖബറായാലും താഴെ വരാൻ പോകുന്നത് രണ്ട് സ്ഥലത്തേക്കും ബാധകമാണ്. അപ്പോൾ ഇഫാദത്തുൽ മുഖാത്തബി മുഖാത്തബിന് ഇഫാദത്ത് ചെയ്യലാണെങ്കിൽ യംബഗി അൻ യുഖ്തസറ മിന തർകീബി തർകീബിൽ നിന്ന് ചുരുക്കൽ ആവശ്യമാണ്. അലാ ഖദ്രിൽ ഹാജത്തി ആവശ്യത്തിന്റെ അളവനുസരിച്ച് തർകീബിൽ നിന്ന് ചുരുക്കണം. ഹദറൻ അനിൽ ലഗ്വി കലാമിൽ ലഗ്വ് വരെല്ലാം തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഹാജത്തിന്റെ അളവനുസരിച്ച് കലാമിനെ ചുരുക്കൽ ആവശ്യമാണ്. അതായത് ഫഇൻ കാനൽ മുഖാത്തബു മുഖാത്തബാണെങ്കിൽ ഖാലിയ ദിഹ്നി മിനൽ ഹുക്മി ഹുക്മിനെ തൊട്ട് ദിഹ്ന് ഖാലിയായവനാണെങ്കിൽ, അതായത് ഹുക്മു ഉണ്ടോ ഇല്ലേ രണ്ടും അവന് അറിയുകയില്ല, അങ്ങനത്തവനാണെങ്കിൽ വത്തറദ്ദുദി ഫീഹി ആ ഹുക്മിലുള്ള തറദ്ദുദിനെ തൊട്ടും ദിഹ്ന് ഖാലിയായവനാണെങ്കിൽ. ഇവിടെ ഹുക്മ കൊണ്ടുള്ള മുറാദ് ഉഖൂഉൻ നിസ്ബത്ത് കൊണ്ട് അറിയൽ, അതായത് തസ്ദീഖിയായ ഇൽമ് ഇത് ആനാണ് ഇവിടെ ഹുക്മ കൊണ്ടുള്ള ഉദ്ദേശം. ഐ ലാ യകൂനു മുഖാത്തബ് അല്ല ആലിമൻ ബി ഉഖൂഇൻ നിസ്ബത്തി നിസ്ബത്തിന്റെ ഉക്കു കൊണ്ട് അറിയുന്നവനാകൂല. ഔലാ ഉക്കൂഇഹ അല്ലെങ്കിൽ നിസ്ബന്റെ ലാ ഉക്കു കൊണ്ടും അറിയുന്നവനല്ല. എന്ന് പറഞ്ഞാൽ സെയ്ദ് കായിമാണെന്ന് അവൻ സമ്മതിച്ചിട്ടില്ല, കായിമല്ലാന്നും സമ്മതിച്ചിട്ടില്ല, ഖാലിദ്ദീനാണ്. തസ്ദീഖിയായ ഇൽമ് അവനിലില്ല. ഉഖൂഉൻ നിസ്ബത്ത് കൊണ്ടുള്ള തസ്ദീഖിയായ ഇൽമും ഇല്ല, ലാ ഉഖൂഉൻ നിസ്ബത്ത് കൊണ്ടുള്ള തസ്ദീഖിയായ ഇൽമും ഇല്ല എന്നർത്ഥം. സയ്യിദ് കായിമാണെന്നും അവൻ സമ്മതിച്ചിട്ടില്ല, കായിമല്ലാന്നും സമ്മതിച്ചിട്ടില്ല, ഖാലിദ്ദീനാണ്. വത്തറദ്ദുദി ഫീഹി എന്ന രണ്ടാമത്. വലാ മുത്തറദ്ദിദൻ അവൻ സംശയിച്ചവനുമല്ല. ഫി അന്ന നിസ്ബത്ത ഹൽ ഹിയ വാഖിയത്തുൻ അം ലാ നിസ്ബ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ മുത്തറദ്ദിദുമല്ല. അവിടെ തസ്ദീഖിയായ ഇൽമിൽ സമ്മതിക്കലിൽ സംശയിക്കുകയല്ല. അവിടെ ഹുക്മോണ്ടുള്ള മുറാദ്
വുഖൂഉൻ നിസ്ബത്താണ്. ആദ്യത്തോടത്ത് ഇൽമും ബി വുഖൂഉൻ നിസ്ബത്താണ്. രണ്ട് ഹുക്കുമും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞോടത്ത് ഹുക്കുമ് ഇത് ആനാണ്, തസ്ദീഖാണ്. ഇവിടെ പറഞ്ഞോടത്ത് നിസ്ബത്തുൽ കലാമിയായ നിസ്ബയാണ് ഈ തറദ്ദുദുള്ളോടത്ത്. അതായത് ഒരാള് സയ്യിദ് ഖായിമാണെന്ന് സമ്മതിക്കൽ എന്ന കാര്യം അവനിലില്ല, ഖായിമല്ലാന്നും സമ്മതിക്കലില്ല. അതാണ് ഹുക്മിനെ തൊട്ട് ഖാലിദ്ദീനാകാന്ന് പറഞ്ഞാൽ. ഹുക്കുമിൽ തറദ്ദുദിനെ തൊട്ട് ഖാലിദ്ദീൻ എന്ന് പറഞ്ഞാലോ ഈ ഹുക്കുമ് ഉണ്ടോ ഇല്ലേ, സമ്മതിക്കലിൽ സംശയമല്ല, ഹുക്കുമിന്റെ ഉണ്ടാവലിൽ എന്താണ് തറദ്ദുദ്, സയ്യിദിന് ഖിയാമു ഉണ്ടായിട്ടുണ്ടോ ഇല്ല, അതായത് കലാമിയായ നിസ്ബയിൽ അവനിക്കെന്താണ് തറദ്ദുദ്. അപ്പോൾ പിന്നെ ഈ ഹുക്കുമും തറദ്ദുദും എന്താണ് ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, പറയട്ടെ. അപ്പോൾ ഹുക്കുമിനെ തൊട്ട് ഖാലിദ്ദീനാകാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ആദ്യം പറഞ്ഞത്. ഐ ലാ യകൂനു ആലിമൻ ബി വുഖൂഇൻ നിസ്ബത്തി, അവൻ നിസ്ബന്റെ വുഖൂഉൻ നിസ്ബത്ത് കൊണ്ട് അറിയുന്നവനാകൂല. ഔ ലാ വുഖൂഇഹ, ലാ വുഖൂഉൻ നിസ്ബത്ത് കൊണ്ടും അവൻ അറിയുന്നവനാകൂല. നിസ്ബ സംഭവിച്ചിട്ടുണ്ട് എന്ന ഇൽമും അവന്റെ അടുക്കലില്ല, സംഭവിച്ചിട്ടില്ല എന്നുള്ള ഇൽമും അവന്റെ അടുക്കലില്ല. അതായത് തസ്ദീഖിയായ ഇൽമ് അവന്റെ അടുക്കലില്ല എന്നർത്ഥം. അതിനെപ്പറ്റി ഒരു വിവരവും അവന്റെ അടുക്കലില്ല. വലാ മുത്തറദ്ദിദൻ ഫീഹി എന്ന് പറഞ്ഞാൽ ആ തസ്ദീഖിൽ തറദ്ദുദ് എന്നല്ല. വലാ മുത്തറദ്ദിദൻ ഫി നിസ്ബത്തി ഹൽ ഹിയ വാഖിയത്തുൻ അംല, നിസ്ബയിൽ അവൻ മുത്തറദ്ദിദും അല്ല. അതായത് സയ്യിദ് ഖായിമാണ് എന്ന കാര്യത്തിൽ ഹൽ ഹിയ, സയ്യിദ് ഖായിമാണ് എന്ന കാര്യം സംഭവിച്ചിട്ടുണ്ടോ, വാഖിയത്തുൻ അത് വാഖിയത്തോടെ, അംല അതോ വാഖിയത്തല്ലേ എന്ന തറദ്ദുദും അവനില്ല. അപ്പോൾ ഇസ്തിഖ്ദാമുണ്ട്. ഹുക്കുമ് കൊണ്ടുള്ള മുറാദൊന്ന് വേറെ, ആ ഹുക്കുമിലേക്ക് മടങ്ങുന്ന ദമീർ കൊണ്ട് ഉള്ള മുറാദൊന്ന് വേറെ. അതാണ് ഇസ്തിഖ്ദാമ്. ഫീഹി എന്ന് പറയുന്ന ദമീർ ഹുക്കുമിലേക്കാണ് മടങ്ങുന്നതെങ്കിൽ ആ ഹുക്കുമ് കൊണ്ടുള്ള മുറാദ് നിസ്ബത്തുൽ കലാമിയത്താണ്. ഹുക്കുമ് കൊണ്ടുള്ള ലഫ്ലിയായ ഹുക്കുമ് കൊണ്ടുള്ള മുറാദോ അത് തസ്ദീഖിയായ ഇൽമുമാണ്. രണ്ടും രണ്ടാണ്. ഒബിഹാദ ഈ പറഞ്ഞതുകൊണ്ട്, ഏതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ തക്രീർ, അതായത് ഹുക്കുമിനെ തൊട്ട് ദിഹിന് ഖാലിയാവൽ, ഹുക്കുമിലുള്ള തറദ്ദുദിനെ തൊട്ട് ദിഹിന് ഖാലിയാവൽ എന്നതിന് നമ്മൾ പറഞ്ഞ തഫ്സീർ അതേതാണ്? ആ തഫ്സീർ ഹുക്കുമിനെ തൊട്ട് ഖാലിയാവാന്ന് പറഞ്ഞാൽ ലാ യകൂനു ആലിമൻ ബി വുഖൂഇൻ നിസ്ബത്തി ഔ ലാ വുഖൂഇഹ, നിസ്ബന്റെ വുഖൂഉ കൊണ്ട് അറിയുന്നവനാകൂല, അല്ലെങ്കിൽ നിസ്ബന്റെ ലാ വുഖൂഉ കൊണ്ട് അറിയുന്നവനാകൂല എന്ന് പറഞ്ഞാൽ തസ്ദീഖിയായ ഇൽമ് അവന് ഇല്ല എന്നർത്ഥം. വലാ മുത്തറദ്ദിദൻ ഫി നിസ്ബത്തി വത്തറദ്ദുദി ഫീഹി എന്ന് പറഞ്ഞാൽ വലാ മുത്തറദ്ദിദൻ ഫി നിസ്ബത്തി, നിസ്ബയിൽ മുത്തറദ്ദിദുമല്ല, അല്ലാതെ തസ്ദീഖിന്റെ മാനാക്കുള്ള ഹുക്കുമിൽ മുത്തറദ്ദിദ് എന്നല്ല. ഒരാൾ സയ്യിദ് ഖായിമാണെന്ന് സമ്മതിക്കലിൽ ഒരു സംശയം, ഒരു തറദ്ദുദ് ഉണ്ടാവൂലല്ലോ. അതേ സമയത്ത് ആ നിസ്ബ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ, സയ്യിദ് ഖായിമാണോ ഖായിമല്ലേ എന്നവർക്ക് തറദ്ദുദുണ്ടാവും. അപ്പൊ നിസ്ബത്തുൽ ഹുക്മിയത്താണ് അവിടെ. ഹുക്കുമോടുള്ള മുറാദം ആ കലാമിയായ നിസ്ബയാണ്. മറ്റോടത്ത് കലാമിയായ നിസ്ബനെ ഇദ്റാക്ക് ചെയ്യലാണ്. ഒന്ന് ഇദ്റാക്കുൽ ഹുക്കുമാണ്, ഒന്ന് വെറും ഹുക്കുമാണ്. ഹുക്കുമിന് രണ്ടർത്ഥം വെച്ചോ. ഹുക്കുമിന് രണ്ട് ഹുക്കുമോണ്ടും ഒന്നാണ് മുറാദാവുമ്പോൾ അവരൊരു മുലാഫിനെ സങ്കല്പിച്ചു കൊടുക്കണം. അനിൽ ഹുക്കുമി മിനൽ ഹുക്കുമി മിൻ ഇദ്റാക്കിൽ ഹുക്കുമി. അപ്പോൾ പിന്നെ ഹുക്കുമോണ്ടുള്ള മുറാദ് രണ്ടു സ്ഥലത്തും എന്ത് തന്നെയാവും?
നിസ്ബത്തുൽ കലാമിയത്താകും. അവിടെ ഇദ്റാഖ് എന്ന് തക്ദീർ ചെയ്യുന്നില്ല എങ്കിൽ ഹുക്മ കൊണ്ടുള്ള മുറാദ് തസ്ദീഖിയായ ഇൽമാണ്. തറദ്ദുദ് ഹുക്മിൽ തറദ്ദുദ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഹുക്മ കൊണ്ടുള്ള മുറാദ് ഉഖൂഉൻ നിസ്ബത്താണ്. നിസ്ബന്റെ ഉഖൂഇൽ തറദ്ദുദ്. സയ്യിദ് ഖായിമാണോ അല്ലേ എന്നതിൽ സംശയം. ആദ്യം പറഞ്ഞു കൊടുത്ത് ഉഖൂഉൻ നിസ്ബത്തല്ല ഹുക്മ എന്ന് പറഞ്ഞാൽ. ഉഖൂഉൻ നിസ്ബത്ത് കൊണ്ട് അറിയൽ, അതാണ് ഒന്നാമത്തോടത്തുള്ള ഹുക്മ. അത് തസ്ദീഖിയായ ഇൽമ്. അതാണ് ഉബിഹാദ ആ പറഞ്ഞ വ്യാഖ്യാനം കൊണ്ട് യതബയ്യനു ഫസാദു മാ ഖീല, പറയപ്പെട്ട ഒന്നിന്റെ ഫസാദ് വ്യക്തമാകും. അലാഉദ്ദീൻ സാഹിബാണത് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? അന്നൽ ഖുലുവ അനിൽ ഹുക്കുമി, ഹുക്കുമിനെ തൊട്ട് ഖാലിയാവൽ. കീല പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ വായിച്ചോളുന്നത്, അതൊന്നും ഇങ്ങനെ സങ്കല്പിച്ചാൽ മതി. പറയപ്പെട്ടത് എന്തിനാൽ? മിൻ അന്നൽ ഖുലുവ, ഖുലുവാണ് എന്നതിനാൽ. അപ്പോ മാ കീല പറയപ്പെട്ട ഒന്നിന്റെ ഫസാദ് വ്യക്തമാകും. അന്നൽ ഖുലുവാനിൽ ഹുക്കുമി, ഹുക്കുമിനെ തൊട്ടുള്ള ഖുലുവ് യസ്തൽസിമുൽ ഖുലുവാനി തറദ്ദുദി ഫീഹി, ഹുക്കുമിലുള്ള തറദ്ദുദിനെ തൊട്ടുള്ള ഖുലുവിനെ ലാസിമാക്കും. ആ കീല പറഞ്ഞ കായില് രണ്ട് സ്ഥലത്തും ഹുക്കുമിനെ ഒരു മഅനാക്കാക്കി. അതുകൊണ്ടാ രണ്ട് സ്ഥലത്തും മർജി ഫീഹി എന്ന് പറഞ്ഞാൽ ഹബീർ മർജി ആയ ഹുക്കും കൊണ്ടുള്ള മുറാദൊന്ന് വേറെയാണ്. ലഫ്ളിൽ പറഞ്ഞ ഹുക്കും കൊണ്ടുള്ള മുറാദ് മറ്റൊന്നാണ്. കീലന്റെ കായില് എന്താ ചെയ്തത്? രണ്ടു ഹുക്കുമിനും ഒരു മാന വെച്ചു. ആ ഒരു മാന വെക്കുമ്പോൾ ഒന്നിന്റെ ഖുലുവ് മറ്റതിന്റെ ഖുലുവിനെ ലാസിമാക്കും. അത് ശരിയാ. അതെങ്ങനെ ലാസിമാക്കല്? അതായത് ഹുക്കുമിന് രണ്ട് സ്ഥലത്തും നിസ്ബത്തുൽ കലാമിയത്ത് വെച്ചു. അതുകൊണ്ട് എങ്ങനെ? ഖാലിദ്ദീന് സയ്യിദ് കായിമാവൽ കായിമാവാതിരിക്കൽ എന്നത് അവന്റെ മനസ്സിലില്ല. അപ്പൊ പിന്നെ തറദ്ദുദ് ഏതായാലും ഉണ്ടാവൂല. അതേ സമയത്ത് സയ്യിദ് കായിമാണെന്ന് സമ്മതിക്കുന്നോടത്ത് എന്തുണ്ടാവാം? സമ്മതിക്കൽ ഇല്ല എങ്കിലും സയ്യിദിന്റെ ഖിയാമിൽ തറദ്ദുദുണ്ടാവാം. രണ്ട് സ്ഥലത്തും ഹുക്മിന് ഉഖൂഉൻ നിസ്ബത്ത് വെച്ചാൽ ഈ ഖീല അങ്ങനെ മനസ്സിലാക്കി വേണ്ടാത്ത കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഫസാദ് ഉണ്ടായത്. കാരണം ഖാലിദ് ദിഹിന് ആകുമ്പോൾ ദിഹിന് ഖാലി ആവാന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇദ്ആനിയായ നിസ്ബയത്തൊട്ട് ഖാലി ആവാന്നാണ്. സയ്യിദ് കായിമാണെന്ന് സമ്മതിക്കൽ അല്ലെങ്കിൽ കായിമല്ലാന്ന് സമ്മതിക്കൽ, രണ്ട് സമ്മതിക്കലും അവന്റെ അടുക്കലില്ല ഖാലിദ്ദീന്. മറ്റതിൽ തറദ്ദുദുണ്ടാവുള്ളൂ. ഏത്? നിസ്ബന്റെ കലാമിയ നിസ്ബ് സയ്യിദ് കായിമാണോ കായിമില്ലെന്ന് സംശയിക്കാം. അതേ സമയത്ത് സയ്യിദ് കായിമാണ് കായിമല്ല എന്ന ഇൽമല്ലേ അവനുണ്ടാവുള്ളൂ. ആ ഇൽമാണ് തസ്ദീഖ്. സയ്യിദ് കായിമാണ് അല്ലെങ്കിൽ സയ്യിദ് കായിമല്ല എന്ന ഇൽമ വിവരം, അത് തസ്ദീഖിയ ഇൽമാണ്. ആ ഇൽമിൽ എന്തുണ്ടാവൂല? തറദ്ദുദുണ്ടാവൂല. തറദ്ദുദ് പിന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ കലാമിയ നിസ്ബയില്. സയ്യിദിന് ഖിയാമുണ്ടോ ഇല്ലേ അത് സംശയിക്കാം. കീലക്കാരൻ രണ്ട് സ്ഥലത്തും ഹുക്മിന് ഒരേ മാന വെച്ചിട്ടാണ് എയ്ത്തിറാദ് ഉണ്ടാക്കിയത്. ആവശ്യം ഇല്ലാത്ത എയ്ത്തിറാദാണത്. കാരണം ഒന്നാമത്തോടത്ത് ആ മാന ശഹിയാവുകയില്ല. ഏത്? ഉഖൂഉൻ നിസ്ബത്ത്. കാരണം എന്താണ്? സയ്യിദ് കായിമാവൽ എന്നതിനെ തൊട്ട് ദിഹിന് ഖാലി. അങ്ങനെ ദിഹിന് ഖാലിയാവൂലല്ലോ. സയ്യിദ് കായിമെന്ന അറിയലിനെ തൊട്ടല്ലേ ദിഹിന് ഖാലിയാവുകയുള്ളൂ. പിന്നെ ഫലാഹാജത്തിട്ട് അയാൾ ഈ കീലക്കാരൻ പറഞ്ഞതെന്താണ്? ഒബിഹാദ യതബയ്യനും ഫസാദു മാ കീല. നമ്മൾ പറഞ്ഞ ഈ തക്രീർ കൊണ്ട്, അതായത് മിനൽ ഹുക്മി കൊണ്ടുള്ള മുറാദ് ആലിമം ബി ഉഖൂഇൻ നിസ്ബത്ത്, നിസ്ബന്റെ ഉഖൂ കൊണ്ട് അറിയുന്നവനാകൂല.
അല്ലെങ്കിൽ ലാ വുഖൂഉൻ നിസ്ബത്ത് കൊണ്ടും അറിയുന്നവനാവൂല. അറിയൽ തസ്ദീഖാണ്. വലാ വത്തറദ്ദുദി ഫീഹി എന്ന് പറഞ്ഞാൽ വലാ മുത്തറദ്ദിദൻ ഫിൻ നിസ്ബത്തി, നിസ്ബയിൽ എന്തല്ല മുത്തറദ്ദിദല്ല. അപ്പൊ ഇത് ആൻ ഉണ്ടായാലും എന്തുണ്ടാവാം? തറദ്ദുദുണ്ടാവാം. ഇത് ആൻ ഇല്ലാത്ത സ്ഥലത്ത് സമ്മതിക്കാത്തോട് സെയ്ത് കായിമാണെന്ന് തസ്ദീഖിയായ ഇൽമ ഇല്ലാത്തോടത്ത് ഏതുണ്ടാവാം? നിസ്ബയിൽ തറദ്ദുദ് ഉണ്ടാവാം. അപ്പോ ഒന്നിന്റെ ഹുലുവ് മറ്റതിന്റെ ഹുലുവിനെ ലാസിമാക്കുകയില്ല എന്നർത്ഥം. ലാസിമാക്കൂന്നാണ് കീലക്കാരൻ പറഞ്ഞത്. ഒബിഹാദ യതബയ്യനു ഫസാദു മാക്കീല. ഈ പറഞ്ഞതുകൊണ്ട് ഉക്കുകൊണ്ടുള്ള മുറാദ് ആലിമും ബി ഉക്കൂഉൻ നിസ്ബത്താണെന്നും അല്ലെങ്കിൽ ആലിമും ബി ലാ ഉക്കൂഉൻ നിസ്ബത്താണെന്നും വത്തറദ്ദുദി ഫീഹി മുത്തറദ്ദിദ് തറദ്ദുദ് നിസ്ബയിലാണെന്നും അതാണ് ഇവിടെ സ്ഥിരീകരിച്ചത്. ആ സ്ഥിരീകരണം കൊണ്ട് യതബയ്യനു ഫസാദു മാക്കീല, പറയപ്പെട്ട ഒന്നിന്റെ ഫസാദ് വ്യക്തമാകും. അന്നൽ ഖുലുവാനിൽ ഹുക്കുമി, ഹുക്കുമിനെ തൊട്ടുള്ള ഖുലുവ് യസ്തൽസിമുൽ ഖുലുവാനിൽ തറദ്ദുദി ഫീഹി, ഹുക്കുമിലുള്ള തറദ്ദുദിനെ തൊട്ടുള്ള ഖുലുവിനെ ലാസിമാക്കും എന്ന കീല ഫാസിദാണെന്നുള്ളത് വ്യക്തമാണ്. അയാൾ രണ്ട് സ്ഥലത്ത് ഹുക്കുമിന് ഒരു മാന വെച്ചതുകൊണ്ടാണ് ആ ഫസാദ് ഉണ്ടാകാനുള്ള കാരണം. ഫലാ ഹാജത്ത്, എന്നിട്ട് അയാൾ എന്ന് പറഞ്ഞു ഫലാ ഹാജത്ത ഇലാ ദിക്രിഹി വത്തറദ്ദുദി ഫീഹി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹുക്കുമിനെ തൊട്ട് ദിഹിന് ഖാലിയാണെങ്കിൽ തറദ്ദുദ് ഏതായാലും ഉണ്ടാവുകയില്ലല്ലോ. പിന്നെ തറദ്ദുദിനെ തൊട്ട് ദിഹിന് ഖാലിയായാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ആ കീലക്കാരൻ പറഞ്ഞത്. അത് ശരിയല്ല. വലി തഹ്ഖീഖു, തഹ്ഖീഖ് എന്താണ്? അന്നൽ ഹുക്കുമ, ഹുക്കുമും വത്തറദ്ദുദ ഫീഹി, ഹുക്കുമിലുള്ള തറദ്ദുദും മുത്തനാഫിയാനി, രണ്ടും രണ്ടാകുന്നു, ഒന്ന് ഒന്നിന്റെ എതിരാകുന്നു. കാരണം ഹുക്കുമ് ഇവിടെ തസ്ദീഖിയായ ഇൽമാണ്. തസ്ദീഖിയായ ഇൽമ ഇല്ലാത്ത ഒരുത്തന് ഹുക്കുമിൽ എന്തുണ്ടാവാം? തറദ്ദുദ് ഉണ്ടാവാം. തസ്ദീഖിയായ കീലന്റെ കായില് പറഞ്ഞത് തസ്ദീഖിയായ ഇൽമ് ഹുക്കുമിനെ തൊട്ട് ഖാലിദ്ദിഹിനാണെങ്കിൽ ഏതായാലും തറദ്ദുദിനെ തൊട്ട് ദിഹിന് ഖാലിയാകും. അത് ശരിയല്ല. അത് അയാൾ പറയാനുള്ള കാരണം രണ്ട് ഹുക്കുമിന് ഒരു മാന വെച്ചതുകൊണ്ടാണ്. അങ്ങനെ എന്തായി? ഫൈൻകാനൽ മുഖാത്തബു, മുഖാത്തബായാൽ ഖാലിയ ദിഹിനി മിനൽ ഹുക്കുമി, ഹുക്കുമിനെ തൊട്ട് ദിഹിന് ഖാലിയായവനാണെങ്കിൽ വത്തറദ്ദുദി ഫീഹി, ഹുക്കുമിലുള്ള തറദ്ദുദിനെ തൊട്ടും, എന്ന് വെച്ചാൽ നിസ്ബയിൽ അവൻ മുത്തറദ്ദിദ അല്ല, ഹുക്കുമിൽ അവൻ എന്താണ്? ആലിമല്ല. ഹുക്കുമിനെ തൊട്ട് ദീഹിന് ഖാലിയാവുക എന്ന് പറഞ്ഞാൽ നിസ്ബന്റെ ഉക്കു കൊണ്ട് അവൻ അറിയുന്നവനല്ല, ലാ ഉക്കുവിൻ നിസ്ബത്ത് കൊണ്ട് അവൻ അറിയുന്നവനല്ല. അതാണ് ഹുക്കുമിനെ തൊട്ട് ഖാലിയ. അതായത് തസ്ദീഖിയായ ഇൽമ് അവന് ഇല്ല. വലാ മുത്തറദ്ദിദൻ ഫിൻ നിസ്ബത്തി, നിസ്ബയിൽ മുത്തറദ്ദിദുമല്ല. സയ്യിദ് കായിമാണോ അല്ലേ എന്ന സംശയവും അവനിക്ക് ഇല്ല. രണ്ടുമില്ല. അപ്പോൾ ഹുക്കുമിനെ തൊട്ട് ഖാലിയാവുക എന്ന് പറഞ്ഞുകൊണ്ട് തറദ്ദുദില്ലാതെയാവുകയില്ല. രണ്ടും രണ്ടാണ്. തസ്ദീഖിയായ ഇൽമ ഇല്ലാത്ത സ്ഥലത്ത് ഏതുണ്ടാവാം? തറദ്ദുദ് ഉണ്ടാവാം. അങ്ങനെ ഖാലിദ് ദിഹിനാണെങ്കിൽ ഉസ്തുഹ്നിയ ആവശ്യം തീരപ്പെടും. അലാ ലഫ്ളിൽ മബ്നിയിൽ മഫൂലി, മഫൂലിന് വേണ്ടി എടുക്കപ്പെട്ട ലഫ്ളിന്റെ ഉസ്തുഹ്നിയ വനിയാക്കപ്പെടും. അൻ മുഅക്കിദാത്തിൽ ഹുക്മി, ഹുക്കുമിനെ തഅക്കീദ് ചെയ്യുന്ന കാര്യങ്ങളെ തൊട്ട് വലിയാക്കപ്പെടും, ആവശ്യം തീരപ്പെടും. അതെന്താ? തമക്കുനിൽ ഹുക്മി ഫി ദിഹിനി, ദിഹിനിൽ ഹുക്കുമ് സ്ഥലം പിടിക്കുന്നതിന് വേണ്ടി, ഉറക്കുന്നതിന് വേണ്ടി, ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി, ഹൈസു വജദഹു, ആ ഹുക്കുമിനെ അവൻ എത്തിക്കുന്നോടത്ത് ഖാലിയൻ, ദിഹിന് ഖാലിയായവനായിട്ട്, ഹുക്കുമിനെ തൊട്ട് ദിഹിന്
ഖാലിയായവനായ നിലയിൽ ഹുക്കുമിനെ എത്തിക്കുമ്പോൾ ഹുക്കുമിനെ വേഗം സ്വീകരിക്കും. അപ്പോൾ അവർ തൈക്കീദ് ചെയ്യേണ്ട ആവശ്യമില്ല. വഇൻകാലൽ മുഖാത്തബു മുഖാത്തബായാൽ മുത്തറദ്ദിദൻ ഫീഹി ഐ ഫിൽ ഹുക്മി, ഹുക്കുമിൽ അവൻ തറദ്ദുദ് ഉള്ളവനാണെങ്കിൽ സെയ്ദ് കായിമാണോ അല്ലേ എന്ന് സംശയിക്കുന്നവനാണെങ്കിൽ, താലിബല്ലഹു ആ ഹുക്കുമിനെ അന്വേഷിക്കുന്നവനുമാണെങ്കിൽ, അതെങ്ങനെ ബി അൻ ഹളറ ഫീ ദിഹിനിഹി, അവന്റെ ദിഹിനിൽ സമ്മേളിക്കലുകൊണ്ട് തറഫൽ ഹുക്കുമി, ഹുക്കുമിന്റെ രണ്ട് തൊറഫും അവന്റെ ദിഹിനിൽ സമ്മേളിച്ചു. ഉദാഹരണത്തിന് സെയ്ദ് ഖിയാമ്, എന്നിട്ട് സെയ്ദ് കായിമാണോ അല്ലേ എന്ന് തറദ്ദുദ്. വതഹയ്യറ ബിഅൻ നദറ ഫീ ദിഹിനിഹി, അവന്റെ ദിഹിനിൽ ഹാദിറായി തൊറഫൽ ഹുക്കുമി, ഹുക്കുമിന്റെ രണ്ട് തൊറഫും. ഹുക്കുമെന്ന് പറഞ്ഞാൽ ഹുക്കൂഉൻ നിസ്ബത്ത് അല്ലെങ്കിൽ ആ ഹുക്കൂഉൻ നിസ്ബത്ത്. ആ ഹുക്കുമിന്റെ രണ്ട് തൊറഫ് ഏതാണ്? മുസ്നദ് ഇലൈഹി മുസ്നദ്, അതായത് മഹ്കൂം അലൈഹിം മഹ്കൂം ബിഹി, അല്ലെങ്കിൽ മൗദൂഉ മഹ്മൂല്. വതഹയ്യറ അവൻ പരിഭ്രമിച്ചു ഫി ഹന്നൽ ഹുക്മ ബൈനഹുമാ, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഹുക്കുമ് ഹുക്കൂഉൻ നിസ്ബത്തി, നിസ്ബന്റെ ഹുക്കൂ ആണോ, ഔ ലാ ഹുക്കൂഇഹ, അതോ ലാ ഹുക്കൂഉൻ നിസ്ബത്താണോ, സെയ്ദ് കായിമാണോ കായിമല്ലേ. അവന്റെ ദിഹിനിൽ ഹുക്കുമിന്റെ രണ്ട് തുറഫും സെയ്ദും ഖിയാമും. എന്നിട്ട് സെയ്ദിലേക്ക് ഖിയാമുണ്ടോ ഇല്ലേ എന്ന് സംശയം. അതാണ് വതഹയ്യറ ഫീ അന്നൽ ഹുക്മ ബൈനഹുമ, ഈ സെയ്ദ് ഖിയാമ് എന്ന രണ്ടെണ്ണത്തിന്റെ ഇടയിലുള്ള ഹുക്കുമ് ഇവിടെ നിസ്ബന്റെ ഹുക്കൂ ആണോ അല്ലെങ്കിൽ ലാ ഹുക്കൂഉൻ നിസ്ബത്താണോ എന്ന് അവനിക്ക് എന്തായി അവൻ പരിഭ്രമിക്കുകയും ചെയ്താൽ, ഹസുന തക്വിയത്തുഹു ഐ തക്വിയത്തുൽ ഹുക്മി, ഹുക്മിനെ ഒന്ന് കനം കൂട്ടൽ നല്ലതാണ്. ബി മുഅക്കിദിൻ, ഒരു മുഅക്കിദ് കൊണ്ട് കനം കൂട്ടൽ നല്ലതാണ്. ലിയുസീല ദാലിക്കൽ മുഅക്കിദു, ആ മുഅക്കിദ് നീക്കിക്കളയാൻ വേണ്ടി, തറദ്ദുദഹു അവന്റെ ആ തറദ്ദുദിനെ നീക്കിക്കളയാൻ വേണ്ടി, വയത്തമക്കനുൽ ഹുക്കുമു, ഹുക്കുമ് അവന്റെ ദിഹിനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയും. ലാക്കിൻ എങ്കിലും അൽ മദ്കൂറു ഫീ ദലായിലുൽ ഇജാസി, ദലായിലുൽ ഇജാസിൽ പറഞ്ഞത് അന്നഹു ഇന്നമാ യഹ്സുനു തഅക്കീദു, തഅക്കീദ് നല്ലതാണ്. ഇദാ കാന ലിൽ മുഖാത്തബി, മുഖാത്തബിന് ഉണ്ടായാൽ ലന്നുൻ അലാ ഖിലാഫി ഹുക്മിക, നിന്റെ ഹുക്കുമിന്റെ എതിരിൽ ലന്നുണ്ടായാലും തഅക്കീദ് നല്ലതാണ്. അപ്പൊ തറദ്ദുദ് എന്നുള്ളോടത്ത് രണ്ട് തറഫും സമമായോടത്താണ്. ലന്നുണ്ടാവുമ്പോൾ എന്തായി, ഒരു തറഫിന് ഒന്ന് റാജിഹും ഒന്ന് മർജുഹും ആകും. നിന്റെ ഹുക്കം എന്താണ്? സെയ്ദ് കായിമ് അല്ലാന്നാണ്. പക്ഷെ ഇവന്റെ അടുക്കലുള്ള ലന്നെന്താ? സെയ്ദ് കായിമാണെന്നാണ് കൂടുതലും, കായിമല്ലാന്ന് വഹുമുമാണ്. 75% സെയ്ദ് കായിമാണെന്നും 25% സെയ്ദ് കായിമല്ലാന്നും. അവിടെയും എന്താണ് ഹുക്കുമിനെ ശക്തിപ്പെടുത്തൽ നല്ലതാണെന്നാണ് ദലായിലുൽ ഇജാസിൽ പറഞ്ഞത്. ഇവിടെ തൽഖീസിൽ പറഞ്ഞത് രണ്ട് തുറഫും സമമായോടത്താണ്. വഇൻകാനൽ മുഖാത്തബു മുൻകിറൻ ലിൽ ഹുക്മി, മുഖാത്തബ് ഹുക്മിനെ ഇൻകാർ ചെയ്യുന്നവനാണെങ്കിൽ, വജബ തൗക്കീദുഹു ഐ തൗക്കീദുൽ ഹുക്മി, ഹുക്മിനെ തൗക്കീദ് ചെയ്യൽ നിർബന്ധമാണ്. ബിഹസ്ബിൽ ഇൻകാരി, ഇൻകാറിന്റെ അളവനുസരിച്ച് ഹുക്മിനെ തൗക്കീദ് ചെയ്യൽ നിർബന്ധമാണ്. ഐ ബി ഖദരിഹി, ഇൻകാറിന്റെ അളവനുസരിച്ച് ഹുക്മിനെ തൗക്കീദ് ചെയ്യൽ നിർബന്ധമാണ്. ഖുവ്വത്തൻ വളുഅഫ, ഖുവ്വത്താലും ളുഅഫാലും അതിന്റെ അളവനുസരിച്ച്. യൈനി യജിബു സിയാദത്തു തഅക്കീദ, പറഞ്ഞതിന്റെ ഉദ്ദേശം യൈനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് യജിബു സിയാദത്തു തഅക്കീദി, തഅക്കീദിനെ അധികമാക്കൽ നിർബന്ധമാണ്. ബിഹസ്ബി ഇസ്തിയാദിൽ ഇൻകാരി, ഇൻകാറിന്റെ വർധനവിന്റെ തോതനുസരിച്ച് തഅക്കീദിനെ കൂടുതലാക്കൽ നിർബന്ധമാണ്. യജിബു സിയാദത്തു തഅക്കീദി, തഅക്കീദിനെ അധികമാക്കൽ നിർബന്ധമാണ്. ബിഹസ്ബി ഇസ്തിയാദിൽ ഇൻകാരി,
ഇൻകാറിന്റെ വർധനവിന്റെ തോതനുസരിച്ച് തൈക്കീദിനെ അധിക വർദ്ധിപ്പിക്കൽ നിർബന്ധമാണ്. ഇസാലത്തല്ലുഹു, ആ ഇൻകാറിനെ നീക്കാൻ വേണ്ടിയിട്ട് വർദ്ധിപ്പിക്കാം. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഹിക്കായത്തൻ അൻ റുസുലി ഈസ അലാ നബിയിനാ വ അലൈഹിമുസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദൂതന്മാരെ തൊട്ട് ഹിക്കായത്തായിട്ട് അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഹീന അർസലഹും, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ദൂതന്മാരെ അയച്ച സമയത്ത്, ഇലാ അഹ്ലി അന്താക്കിയ നാട്ടുകാരിലേക്ക് അയച്ചു. അയച്ചപ്പോൾ ഇത് കുദ്ദിബൂ ഫിൽ മർറത്തിൽ ഊല, ആദ്യം അയച്ചത് രണ്ടാളെയാണ്. ഇത് കുദ്ദിബൂ ഫിൽ മർറത്തിൽ ഊല, ഒന്നാം പ്രാവശ്യം അവരെ നിഷേധിക്കപ്പെട്ടപ്പോൾ, അവരെ തള്ളിക്കളഞ്ഞപ്പോൾ, ഇന്നാ ഇലൈക്കും മുർസലൂൻ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവരാണ്. മുഅക്കദൻ ബി ഇന്ന വസ്മിയത്തിൽ ജുംലത്തി, ഇന്ന കൊണ്ട് തൈക്കീദ് ചെയ്യപ്പെട്ടതായിട്ടും ഇസ്മിയായ ജുംല കൊണ്ട് തൈക്കീദ് ചെയ്യപ്പെട്ടതായിട്ടും. ഇസ്മിയ ജുംല തൈക്കീദിന് വരുന്നോടത്ത് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ആ മാനദണ്ഡം ഇവിടെ ഉണ്ട് എന്ന് വെക്കണം. എല്ലാ ഇസ്മിയ ജുംലയും മുഅക്കിദല്ല. ഫീലിയായ ജുംലയിൽ നിന്ന് അതിൽ തെറ്റിയിട്ട് ഇസ്മിയ ജുംല പറയണം, തൈക്കീദ് എന്ന ലക്ഷ്യത്തോടു കൂടെ. അപ്പോഴേ ഇസ്മിയ ജുംല മുഅക്കിദാവുകയുള്ളൂ. അതല്ലാതെ എല്ലാ ഇസ്മിയ ജുംലയും മുഅക്കിദല്ല. മുഅക്കദൻ ബി ഇന്ന കൊണ്ട് തൈക്കീദ് ചെയ്യപ്പെട്ടതായിട്ടും വസ്മിയത്തിൽ ജുംലത്തി, ഇസ്മിയ ജുംല കൊണ്ടും തൈക്കീദ് ചെയ്യപ്പെട്ടതായിട്ട് പറഞ്ഞു. ഒഫിൽ മർറത്തി സാനിയത്തി, രണ്ടാം പ്രാവശ്യത്തിൽ അവർ പറഞ്ഞു, റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. അവിടെ ഒരുപാട് തൈക്കീദുണ്ട്. അവരുടെ ഇൻകാർ കൂടി അപ്പോൾ തൈക്കീദും വർദ്ധിപ്പിച്ചു. മുഅക്കദൻ ബിൽ ഖസ്മി, ഖസ്മ് കൊണ്ട് തൈക്കീദ് ചെയ്യപ്പെട്ടു. റബ്ബുനാ വ ഇന്ന കൊണ്ടും, വല്ലാമി ലമുർസൽ എന്ന ലാമു കൊണ്ടും, വസ്മിയത്തിൽ ജുംലത്തി ഇസ്മിയ ജുംല കൊണ്ടും. അതെന്താ? മുബാലഗത്തിൽ മുഖാത്തബീന ഫിൽ ഇൻകാരി, ഇൻകാറിൽ മുഖാത്തബീങ്ങൾ മുബാലഗത്ത് കടുപ്പം കാണിച്ചതിന് വേണ്ടി, ഹൈദു ഖാലു അവർ പറഞ്ഞതിന് വേണ്ടി, മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. കണ്ടോ, അവര് ഒരുപാട് ഇൻകാറിൽ കുറച്ച് കടുപ്പം കൊട്ടി. അവിടെ ഹസദ് ചെയ്തു പറഞ്ഞു, മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ലാതെ അല്ല എന്ന് മുജാഹിദീങ്ങൾ പറയുന്നത് പോലെ. ഇന്നത്തെ മുജാഹിദ് പറയുന്നത് അന്നത്തെ കാഫിരീങ്ങൾ ഒരുപോലെയാണ്. പ്രവാചകന്മാർ സാധാരണ മനുഷ്യനാണ്. ഇന്ന് മുജാഹിദ് പറയുന്നത് അങ്ങനെ തന്നെ, പ്രവാചകന്മാർ സാധാരണ മനുഷ്യരാണ്. കാഫിരീങ്ങൾ അന്ന് പറഞ്ഞതാണ് ഇവർ ഇന്ന് പറയുന്നത്. ഒമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. അപ്പൊ ഇൻകാറിൽ തൈക്കീദ്, ഇൻകാറിൽ മുബാലഗത്തുണ്ടായപ്പോൾ ഈ ദൂതന്മാരെന്താണ്? ആ ഖബരിയ കലാമിൽ തൈക്കീ മുഅക്കിദിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു. വ ഖൗലുഹു, അല്ലാഹുവിന്റെ ഖൗലി, ഇത് കുദ്ദിബൂ എന്നുള്ളത്, ഇത് കുദ്ദിബൂ ഫിൽ മർറത്തിൽ ഊല എന്ന് പറഞ്ഞല്ലോ, അത് മബ്നിയിൽ എടുക്കപ്പെട്ടതാണ്. അല അന്ന തക്ദീബൽ ലിസ്നൈനി, രണ്ടാളെ കളവാക്കൽ, തക്ദീബുസ്സനാസത്തി മൂന്നാളെ കളവാക്കലാണ് എന്നതിനെ മേൽ എടുത്തതാ. വയില്ല, അങ്ങനെ വെക്കുന്നില്ല എങ്കിൽ ഫൽ മുക്കദ്ദബു അവ്വലൻ, ആദ്യം കളവാക്കപ്പെട്ടത് സ്നാനി രണ്ടാളാണ്. വൈസമ്മൽ ദർബുൽ അവ്വലു, ഒന്നാം ദർബിന് പേര് പറയപ്പെടും. അതായത് തൈക്കീദിനെ തൊട്ട് ഹുലുവുള്ളോടത്ത് ഇബ്തിദാഇയൻ എന്ന് പേര് പറയപ്പെടും. കാരണം കലാമോട് തുടങ്ങാണല്ലോ. മറ്റാള് താലിബും അല്ല മുങ്കിറും അല്ല. മുത്തക്കല്ലിമിൽ നിന്ന് കലാം അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇവിടെ തുടക്കം മാത്രമാണ്. ഈ ഖബർ കൊണ്ട് തുടങ്ങുകയാണ്. മറ്റവൻ ആവശ്യപ്പെട്ടിട്ടോ മറ്റവന്റെ ഇൻകാറ് കൊണ്ടോ അല്ല. വസാനി, രണ്ടാമത്തതിന്
രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ആ തൈക്കീത് ചെയ്യൽ നല്ലതാണ്. മുത്തറദ്ദിദിനോടുള്ള ഖബർ അതിന് ത്വലബിയൻ എന്ന് പേര് പറയപ്പെടും. കാരണം അവൻ മുഖാത്തബ് താലിബായതുകൊണ്ടാണ് ആ പേര് വരാനുള്ള കാരണം. വസാലിസു ഇങ്കാരിയൻ, മൂന്നാമത്തതിന് ഇങ്കാരി എന്നും പേര് പറയപ്പെടും. അപ്പോൾ തൈക്കീദിനെ തൊട്ടുള്ള ഹുലുവുള്ളോടുത്ത് ഇബ്തിദായി. കാരണം എന്താണ്? അവിടെ മുഖാത്തബ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുമില്ല, അവൻ മുൻകിറും അല്ല. രണ്ടാമത്തതിന്റെ പേര് ത്വലബിയെ, അത് മുഖാത്തബ് ഒരു താലിബായതുകൊണ്ട്. മൂന്നാമത്തതിന്റെ പേര് ഇങ്കാരിയെ, ഇങ്കാരി എന്ന് പേര് വരാൻ കാരണം അവൻ മുൻകിറായതുകൊണ്ട്. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.